തിരശ്ശീലയ്ക്കപ്പുറമായിരുന്നു കൊണ്ട് അദ്ദേഹം ഇന്നും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശമാണ്. ഭവനമില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു വീക്ഷണമായി. അത് തന്നെ പ്രത്യേകമായി കണക്കിലെടുത്തുകൊണ്ടാണ് സഹോദരൻ പദ്ധതി ഈ 3 വർഷത്തിനുള്ളിൽ, അതായത് 2028 ഡിസംബർ 31 മുമ്പ് 100 ഭവനങ്ങൾ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ വെച്ചു കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് അനേകം ആളുകളുടെ സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അതാണ്ട് 10ഓളം വീടുകൾ ഇതിനോടകം പലരായിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതിലാദ്യത്തെ വീട് തിരുമേനിയുടെ സ്ഥലത്ത് തന്നെ, തിരുമേനി നിർമ്മിച്ച വീടുകളുടെ അടുത്ത് തന്നെ കുന്നംകുളം ഭദ്രാസിൽ തന്നെ ഒരു പാവപ്പെട്ടയാളിന് വെച്ചു കൊടുത്തുകൊണ്ട് 100 വീടിൽ ആദ്യത്തേത് അവിടെ നൽകുകയാണുണ്ടായത്. ഈ മറ്റ് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക ദൗത്യം നിർവഹിച്ച ഒരു പള്ളിയാണ് ചന്ദനപ്പള്ളി പള്ളി. കുന്നംകുളത്ത് പ്രദേശത്തുണ്ടായ വലിയ തീപിടുത്തം, പടക്കശാലയ്ക്ക് തീപിടിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ദുരന്തത്തിൽ അനേകം ആളുകൾ മരിച്ച സമയത്ത് ബലഹീനായ നാം ഒരു ആഹ്വാനം നൽകി പള്ളികളിൽ വെടിക്കെട്ടുകൾ നിർത്തി അതിനുവേണ്ടി ശേഖരിക്കുന്ന, താല്പര്യപ്പെടുന്ന പണം പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ഉപയോഗിക്കണം, അതെല്ലാ പള്ളികളുമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ ഫലമായി ആദ്യം അതിന് റെസ്പോണ്ട് ചെയ്ത ചന്ദനപ്പള്ളി വലിയ പള്ളിയാണ്. ഈ കഴിഞ്ഞ ദിവസം ചന്ദനപ്പള്ളി വലിയ പള്ളി ആളിന് വീട് വെച്ചു കൊടുത്തു. അതിൽ പൗലോസിയൻ ബാബ സന്തോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടമറ്റം പള്ളിയിലും പുതുപ്പള്ളി പള്ളിയിലും ആ സ്നേഹത്തിൻ്റെ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് അവരും വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് കോലഞ്ചേരി പള്ളിയും അപ്രകാരം വീട് പണിയുന്നതിന്, 2 വീടുകൾ പണിയുന്നതിനുള്ള ശില ഞാൻ വാഴ്ത്തി കൊടുത്തിട്ടാണ് രാവിലത്തെ അവിടുത്തെ കുർബാനയ്ക്ക് ശേഷം പോന്നിട്ടുള്ളത്. അതും സഹോദരൻ പദ്ധതിയിൽ ഉൾപ്പെട്ട് ചെയ്യാം. അപ്പോൾ തിരുമേനിയുടെ ജീവിതത്തിലെ വീക്ഷണം നമ്മുടെ പള്ളികൾ ഏറ്റെടുത്തത് ഒരു സ്നേഹ ചലഞ്ചിൽ കൂടിയാണെന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്.